ഇറക്കാം വണ്ടി ഇതൊക്കെ 25 രൂപ മതി ഇറക്കാൻ. 25 രൂപ ഏകദേശം ഇത് നമുക്ക് 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. 1,15. ആ അതെ, പുത്തൻ വണ്ടി. ഇപ്പൊ വണ്ടിക്ക് എന്ത് വില ഉണ്ടാവും മാർക്കറ്റ്? ഇപ്പോഴത്തെ വണ്ടി നീറ്റായിട്ട് കിടക്കുക, നല്ല നീറ്റ് ഉണ്ട്. അന്ന് 2012 എങ്ങനെ എടുത്തോ അതുപോലെ. അപ്പൊ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന പറയുമ്പോഴത്തേനും നമ്മുടെ 2020 കാഴ്ചയിലാണ്. ഇത് കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ മുള്ളിക്കാടാണ്, അതായത് നമ്മളെ മടത്തറ മുള്ളിക്കാട്. കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരും? ചിതറ മുള്ളിക്കാട്, മടത്തറ റോഡില് ചിതറ മുള്ളിക്കാട്. അതെ, അതായത് ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ നമ്മളെ മടത്തറ പോയി. ഇപ്പം നമ്മളെ വണ്ടി ഇപ്പം ഫസ്റ്റ് തൊട്ട് എത്ര രൂപയായിരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്? 85,000. അതായത് 85,000. ഏത് മോഡലാണ്? 2008 വരെ പുതിയ പേപ്പറുള്ള. ഇപ്പൊ ഏറ്റവും കൂടിയ വണ്ടിയാണല്ലോ. കൂടിയ 7,4 ലക്ഷം രൂപ. നമ്മളിവിടെ അങ്ങനെയാണ് ഇടിച്ച വണ്ടി അങ്ങനെ എടുക്കുമോ? അതാ ഇടിച്ച വണ്ടി എടുക്കും. ആക്സിഡന്റ് ഉള്ള ഒരു വണ്ടി ഒന്നും എടുക്കത്തില്ല. നമ്മൾ എത്ര തൊട്ടാണ് അപ്പൊ EMI ഇവിടെ ഫിനാൻസ് 25,000 രൂപ അടയ്ക്കാനും പിന്നെ ബാക്കി പൈസ നമുക്ക് ഫിനാൻസ് ഇട്ട് വണ്ടി എടുക്കാൻ പറ്റും. 25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാം. ഏത് മോഡൽ തൊട്ടാണ് ഉള്ളത്? 2012 ശേഷമുള്ള വണ്ടി. 12 ശേഷമുള്ള വണ്ടി 8 കിട്ടും, പക്ഷെ ഫുള്ള് ഇത് കിട്ടത്തില്ല. മോഡല് കൂടിയ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 90% ഫിനാൻസ് കിട്ടും. അപ്പൊ ഫസ്റ്റ് വണ്ടി ഈ മോഡലേ? അതെ. ഏത് മോഡലാണ് ഇത്? 2013 വണ്ടി. 13 വണ്ടി. അതെ അതെ. AC പവർ സ്റ്റിയറിംഗ്, തുടർ പവർ വിൻഡോ. 59,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. നമ്മൾ സർവീസ് എല്ലാം കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ് ആണ്. 40,000 വരെ സർവീസ് ഉണ്ട്. 40,000. ഇപ്പം വണ്ടി എടുക്കാൻ എത്ര രൂപ? ഇത് നമുക്ക് ലോൺ ആണെങ്കിൽ 25 രൂപ അടയ്ക്കാൽ 25,000. ബാക്കി നമുക്ക് ഫുൾ ലോൺ കയറും. 2013 മോഡൽ. നല്ല നീറ്റായിട്ട് തന്നെ അടിപൊളി. വണ്ടിയുടെ വില എത്രയൊക്കെ വരും? ഇത് 1,65,000 രൂപ കൊടുക്കാം. 1,65. അതെ അതെ. അറിയില്ല എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? 25 രൂപ അടയ്ക്കും. 25 രൂപ ഉണ്ടായി. ബാക്കി ഫൈനാൻസ്. ഓക്കെ. രണ്ടാമത്തെ വണ്ടി സ്വിഫ്റ്റ്. ഇത് ഏത് മോഡലാണ്? ഇത് 2006 വണ്ടി. 6 വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, ടു ഡോർ പവർ വിൻഡോ. അത് പെട്രോൾ LXI. ഓക്കെ, പെട്രോൾ നമ്മളെ 2006 റീപ്ലേസും ഇല്ല. ശരിയാണ്. വേറെ അപാകങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, ചെറിയ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ. അത് വർഷത്തിന്റെ. അതെ, അതുകൊണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മളെ വണ്ടി ചോദിക്കുന്ന വില എത്രയാണ്? ഇത് നമുക്ക് 1,15,000 രൂപ കൊടുക്കാം. 1,15. അടിപൊളി. വേറെ സീറ്റ് വേറെ കംപ്ലൈന്റ് ഡാമേജ്? സീറ്റ് കംപ്ലൈന്റ് ഒന്നുമില്ല. വണ്ടി കൊള്ളാം, നല്ല വണ്ടി, ഓടിക്കാനൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. മെക്കാനിക് ഭാഗങ്ങൾ കൊള്ളാം. പെട്രോൾ വണ്ടി മോഡലാണ്. 2011 വോൾക്സ്വാഗൻ വെന്റോ. ഡീസൽ ഉണ്ട്. ആഹാ, അപ്പൊ നല്ല പവർ ആയിരിക്കുമല്ലോ. ഇതിപ്പോ എങ്ങനെ? ഏത് 2011 മോഡൽ? 11 ഉണ്ട്. ഇത് 2.5 ലക്ഷം രൂപയാണ്. പിന്നെ കസ്റ്റമർ വന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ആസ്കിംഗ് പ്രൈസ് ഇല്ല? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വരട്ടെ, കുഴപ്പമില്ല. ഇത് 2011 ഫിനാൻസ് കിട്ടും? ഫിനാൻസ് കിട്ടും. വലിയ എമൗണ്ട് കിട്ടില്ല. വലിയ എമൗണ്ട് 11 വണ്ടി. ഒരു വർഷം എങ്ങാനും? ഏറ്റവും കുറഞ്ഞ ഒരു വർഷമല്ലേ? 1,50,000 രൂപ കിട്ടും. വണ്ടി നല്ല സീറ്റൊക്കെ കറക്റ്റ് ആക്കി എല്ലാം സെറ്റ് ആക്കിട്ട് 2011 വെന്റോ TDI ആണ്. ഏകദേശം 4 വീൽ അലോയ്. ഏകദേശം ടയർ ഏകദേശം 80% ടയറും അലൈസും കാര്യങ്ങൾ. ഏത് മോഡലാക്കാം? സ്വിഫ്റ്റ് 13,000 കിലോമീറ്റർ. അപ്പം പിന്നെ കമ്പനി സർവീസ് ആയിരിക്കുമല്ലോ, ചോദിക്കണ്ടല്ലോ. ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി അന്ന് എങ്ങനെ എടുത്തോ അതുപോലെ. അടിപൊളി. ഇവിടെയാണല്ലേ ലോക്കാണ്. ആ പുതുമണം പോലും മാറിയിട്ടില്ലേ? ഇരുട്ടാണ്, കുഴപ്പമില്ല. നമ്മൾ ആസ്ക് ചെയ്യുന്ന വില എത്ര ആകാം? 5,35,000. ഇപ്പൊ വണ്ടി ഇറക്കണമെങ്കിൽ എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? 25 രൂപ. ബാക്കി ഫിനാൻസ് സെറ്റാല് 25,000. 2020 മോഡൽ.
അതും 13,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഇത് മോഡലാണ് വണ്ടി. ഇത് 2022 ഡിസംബർ. 22 ഡിസംബർ. ഓട്ടോമാറ്റിക് വണ്ടി. 11,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ആയിരിക്കും. ഫുൾ കമ്പനി സർവീസ്. കമ്പനി സർവീസ് ആണെങ്കിൽ ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ 3 സർവീസ് കഴിഞ്ഞു. അല്ല, നീറ്റ് വണ്ടി. ബാക്കി കാണിക്കേണ്ട ആവശ്യമില്ല. പുതിയ വണ്ടി. വണ്ടിയുടെ വില എത്രയാകാം? വണ്ടി നമുക്ക് 7,400 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 7,400 അഡ്ജസ്റ്റ് ചെയ്തത്. അതെ, പുത്തൻ വണ്ടി. ഇപ്പൊ വണ്ടിക്ക് എന്ത് വില ഉണ്ടാവും മാർക്കറ്റ് ഇപ്പോഴത്തെ വണ്ടി? ഇത് 9,900 എനിക്ക് തോന്നുന്നു. കറക്റ്റ് അറിയാൻ വയ്യ. ഇത് 3 സിലിണ്ടർ ആണോ 4 സിലിണ്ടർ ആണോ ഈ വണ്ടി? ഇത് 4 സിലിണ്ടർ വണ്ടി. 4 സിലിണ്ടർ. ഇപ്പോഴത്തെ 3 സിലിണ്ടർ വണ്ടി. 3 സിലിണ്ടർ. അപ്പം ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും വണ്ടി മുകളിലാണ്. ഇത് ഓക്കെ 100 കടുപ്പുള്ള വണ്ടിയാണ്. സൂപ്പർ വണ്ടിയാണ്. ഏത് മോഡലാണ്? 2022 VXi. 2022 VXi വേറെ 8,000 കിലോമീറ്റർ. 8,000 കിലോമീറ്റർ. ഒരു സർവീസ് കഴിഞ്ഞാൽ ഒരു സർവീസ് 6,000 സർവീസ് കഴിഞ്ഞാൽ. അടിപൊളി. ഇപ്പൊ ഉള്ള ഏകദേശമുള്ള വണ്ടിയെല്ലാം ലോ കിലോമീറ്റർ തന്നെയാണല്ലോ. സിംഗിൾ ഓണർ വണ്ടി. ഇത് കൊള്ളാല്ലേ? വണ്ടി പുത്തൻ വണ്ടി. VXi ആണ്. 2022 VXi ആണ്. 8,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള. റീപ്ലേസ് ഒന്നും ചെയ്തില്ല, ക്ലെയിമും ചെയ്തിട്ടില്ല. പുത്തൻ വണ്ടി. ഇന്ത്യയിലെ കാലം നീറ്റായിട്ട് കിടക്കുക. ഇറക്കാക്ക വണ്ടി. ഇതൊക്കെ 25 രൂപ മതി ഇറക്കാൻ. 25 രൂപ. ഏകദേശം 90% ലോൺ കിട്ടുന്ന വണ്ടിയാണ് മാരുതിയുടെ. അല്ല, നമ്മളെ വണ്ടി ആക്കിയാൽ പൈസ എത്ര? ഇത് വരുമ്പോ നമുക്ക് 365. 365. അതായത് ഒരേ ഓടിയിട്ടില്ല വണ്ടി. എടുക്കുക, സെക്കൻഡ് സർവീസ് ചെയ്യുക, ഓടുക. അത്രേ ഉള്ളൂ. ഇനി 2 ആൾട്ടോ. ഇത് 2008. 2 വണ്ടി 2008 തന്നെ. ഇത് 85,000. 85,000. ഇത് 99,000. ഈ വണ്ടി ഇത്രയും ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടല്ലോ. ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അതെന്തായാലും ഗ്ലാസ് മാറാതെ വന്നേ. ഗ്ലാസ് മാറിയാൽ കുഴപ്പമില്ല. മാറി കൊടുക്കാം, കുഴപ്പമില്ല. അല്ലെ, ഗ്ലാസ് മാറിക്കഴിഞ്ഞാൽ 2009 കിടക്കുന്നു. അതെ, മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇടിച്ച വണ്ടി ആയിട്ട് പറഞ്ഞാൽ 2008 മോഡലല്ലേ? 2008 28 രൂപ പേപ്പർ ഉണ്ടല്ലോ. 28 രൂപ പേപ്പർ. അല്ല, ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് നല്ല നീറ്റാക്കി ഇട്ടേക്കണേ. ഈ വണ്ടി എടുക്കണമെങ്കിൽ ഇത് ഫിനാൻസ് കിട്ടത്തില്ലല്ലോ. ഫിനാൻസ് 10-60 രൂപയൊക്കെ തരും. പാടില്ല. 99,000 വരുന്നത്. ഇതിപ്പോ 99,000 എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് വില പറയുന്നത്. സെയിം മോഡലിന് 65 രൂപയ്ക്ക് കിട്ടും, 60-നും കിട്ടും, 50-നും കിട്ടും. ഒരു വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് ഒരു വണ്ടിക്ക് വില. ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് അതനുസരിച്ച് വില കൊടുത്തേ കിട്ടും. റീപ്ലേസ് ഉള്ള വണ്ടിയൊക്കെ നമുക്ക് വില കുറച്ച് കിട്ടും. ഞാൻ അങ്ങനെ റീപ്ലേസ് ഉള്ള വണ്ടി എടുക്കാറില്ല. നല്ല വണ്ടി എടുക്കുള്ളൂ. നല്ല വണ്ടി, ഇത് നല്ല വില ആയാലും കുഴപ്പമില്ല. എല്ലാവരും കൊണ്ടുപോയി ബ്രാവൂല, എല്ലാവരും കൊണ്ടുപോയി നല്ല വണ്ടി എടുക്കുന്നു. ഇതേ മോഡലില് 50, 60, 70 കിടപ്പുണ്ട്. വണ്ടി കിടപ്പുണ്ട്. ശരിക്കും വണ്ടി എടുക്കും. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എടുത്തു കൊടുക്കാം. വേറെ വണ്ടി എടുത്തു കൊടുക്കാം. 85 വണ്ടിയില്ലേ? 85,000. ഇൻഷുറൻസ് തീർന്നില്ല. പുത്ത ഇൻഷുറൻസ് എടുത്ത് പേര് മാറി കൊടുക്കും. ഗ്ലാസ് മാറേണ്ട കാര്യമില്ല. സ്ക്രാച്ച് ഇല്ല, റീപ്ലേസ് ആക്കണ്ടല്ല. 4 ടയറും ഈ 2 സൈഡും ഓക്കെയാണ്. ഇവിടെ ഓക്കെയാണല്ലോ. കാണിച്ചു, കുഴപ്പമില്ല. നല്ല നീറ്റായിട്ട് കിടക്കാം. എനിക്കൊന്ന് കമ്പനിയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഉള്ള സീറ്റ് വരാൻ തോന്നുന്നില്ല. പഴയ സീറ്റാണ്. പഴയ സീറ്റ് ഒന്നിറങ്ങി അതേ സീറ്റ് വണ്ടി ഇപ്പോഴും സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട്. സൈഡും ടയറെല്ലാം 4 ടയറും ഏകദേശം പുത്തൻ ടയർ തന്നെ. നീറ്റായിട്ട് തന്നെ നടക്കുന്നു. അതായത് 2000 ഇത് മറ്റേ വണ്ടിക്ക് പോയിട്ട് ഇതിനേക്കാൾ പോയിട്ട് ഇത് 2008 ഒരു പോരാ. അത്രേ 2006 ഇഞ്ചക്ടർ വന്നു. 2029 വരെ പുതിയ പേപ്പറാണ്. ഇൻഷുറൻസ് എല്ലാം കറണ്ടിലാണല്ലോ. ഇൻഷുറൻസ് പുതിയത്, ടാക്സ് പുതിയത്, ടെസ്റ്റ് പുതിയത്. 2029 വരെ പേപ്പറുണ്ട്. 1 വർഷത്തെ പുതിയ ഇൻഷുറൻസും ഉണ്ട്. 2006 ഇഞ്ചക്ടർ ഉണ്ട്. അഥവാ ഈ ചെറിയ റൂട്ട് വെച്ചോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവർക്ക് എടുക്കാം. ചെറിയ പാർട്ടിക്കുള്ള വണ്ടി നല്ല നീറ്റാണ്. വലിയ തുരുമ്പിന്റെ പ്രശ്നം കാണത്തില്ല എന്ന് തോന്നുന്നു. പുറമേ ഇത് 5 സീറ്റർ അല്ലല്ലേ? 8 സീറ്റർ ആണ്. ഇത് 8 സീറ്റ് വെച്ചേക്കാണെന്ന് അറിയാമോ ചേട്ടാ? ബുക്കിൽ നോക്കിയാലേ അറിയത്തുള്ളൂ. 5 ആണോ 8 ആണോ
ഇതിവിടെ അടുത്ത് സ്കൂൾ ഓടിക്കൊണ്ടിരുന്ന വണ്ടി. ആ അതിനാ സീറ്റ് അത് വെച്ചു. വണ്ടിയും വലിയ പ്രശ്നമില്ല, പാച്ച് വർക്കൊന്നും വലിയ പാച്ച് വർക്കൊന്നുമില്ല, എല്ലാം ചെയ്ത് ക്ലിയർ ആക്കി തന്നെ ഇട്ടേക്കുന്ന വണ്ടി. വണ്ടിയുടെ വില എത്രയാ? ഇത് നമുക്കൊരു 78 രൂപ കൊടുക്കും. 78,000 രൂപ. 2006 MBFI 29 പേപ്പറുണ്ട്. ഓക്കെ. ഏതൊക്കെ മോഡൽ? 2013 കേട്ടൻ. 13 കേട്ടൻ LXI വണ്ടി. LXI അത് 80,000 കിലോമീറ്റർ ഓടിയിട്ടു. 80,000 കിലോമീറ്റർ ഇപ്പൊ കറന്റ് വണ്ടി ഓടിയിട്ടുണ്ട്. നല്ല തട്ടോ മുട്ടോ 1.25 കൊടുക്കാം. 1.25. 1.25. ആ ചോദിക്കും നമ്മൾ. എത്ര വരാ? 1.5 അടുപ്പിച്ച് കിട്ടും ഫൈനാൻസ്. ആ വേറെ സീറ്റ് കവറ് കാര്യങ്ങൾക്കൊന്നും വേറെ ഡാമേജ് കാര്യങ്ങളൊന്നും. വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ കൊണ്ടു നടന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബ്ലീഡിങ്ങും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല നീറ്റായിട്ട് തന്നെ കൊണ്ടു നടന്നിട്ടുണ്ട്. വണ്ടിയുടെ ഡോർ അടയ്ക്കുമ്പോഴത്തേനും താഴെ വേണ്ടി ടക്ക് വേറൊരു സൗണ്ടാണ്. എനിക്ക് വലിയ എത്ര ഓടിയിട്ടുണ്ട്? 80 വണ്ടി. ഇത് 2012 ഡീസലുണ്ട്. അത് വീണ്ടും വെന്റോ വർഷാന്റെ വണ്ടി. എന്റെ TDI ആണ്. ഇതും TDI വണ്ടിയല്ല. അവിടെ ഒരു വെള്ളം കംഫർട്ട് ആണെങ്കിലും കൊള്ളാം. ഇത് വണ്ടിയൊക്കെ ഓക്കെ. ഓക്കെ വണ്ടി എടുത്ത പണിയില്ല. ഇപ്പൊ ചെറിയ ഇതുണ്ടായിരുന്നു, ഇപ്പൊ കൊണ്ട് 5000 ചില്ലറ ഇപ്പൊ പണിഞ്ഞു കൊണ്ടിട്ടതേ ഉള്ളൂ. പണിഞ്ഞില്ല, സർവീസ് ചെയ്ത് ഇവിടെ കൊണ്ടിട്ടേ. 2012 വെന്റോ. 12 ഇത് ആസ്കിന്റെ വില എത്ര ആകും? നമുക്ക് 2.5 ലക്ഷം രൂപ എടുത്ത് മോഡിഫൈ ചെയ്യാനൊക്കെ അടിപൊളി വണ്ടിയല്ലേ. ഫിനാൻസിന് എത്ര രൂപ? 1.5 ഫിനാൻസ് കയറും. 1.5 ഫിനാൻസ്. വേറെ കട്ടോ മുട്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ വണ്ടി? ഇല്ലല്ലോ, ഒന്നുമില്ല. നീറ്റായിട്ട് കിടക്കുക. വണ്ടി നീറ്റുണ്ട്. അന്ന് 2012 എങ്ങനെ എടുത്തോ അതുപോലെ നല്ല